ശ്രീനാരായണ ഗുരുദേവൻ്റെ തിരികേശ ഇവിടെ വരാനുണ്ടായ സാഹചര്യം 1924 സ്വാമിജി അയ്യൻ കേശവൻ്റെ വീട്ടിൽ 6 ദിവസം താമസിക്കുകയും ആ സമയത്ത് സ്വാമിക്ക് സുഖമില്ലാതിരുന്നതിനാൽ മുടി മുറിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിന് കേശവൻ എൻ്റെ മുത്തച്ഛനായ ശങ്കരനെ വിളിക്കുകയും ശങ്കരൻ അവിടെ ചെന്ന് മുടി വെട്ടാൻ തുടങ്ങുമ്പോൾ കത്തിയൊന്നും എടുത്തിട്ട് മുടിയൊന്നും മുറിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്ന് സ്വാമി ചോദിച്ചു, എന്താ ശങ്കര പരിഭ്രമിച്ച് നിൽക്കുന്നത്? അപ്പോൾ പറഞ്ഞു, കത്തിയൊന്നും മുറിയുന്നില്ല സ്വാമി, ഇനി ഒരു പഴയ കത്തിയേ ഉള്ളൂ, അത് എടുക്കാൻ പറഞ്ഞു. അതെടുത്ത് സ്വാമി പറഞ്ഞു, ഇനി തുടങ്ങിക്കൊള്ളാൻ. അങ്ങനെ മുടിയെല്ലാം മുറിക്കുകയുണ്ടായി. മുടി മുറിച്ചപ്പോൾ ഒരു വലിയ രൂപ സംഭാവനയായി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സ്വാമിയോട് മുത്തച്ഛൻ ചോദിച്ചു, എന്ത് ചെയ്യണം ഈ മുടി? അപ്പോൾ സ്വാമി പറഞ്ഞത്, ഒന്നുകിൽ സൂക്ഷിച്ച് വയ്ക്കുക, ഇല്ലെങ്കിൽ നശിപ്പിച്ച് കളയുക. അങ്ങനെ അന്ന് മുതൽ മുത്തച്ഛൻ കൊണ്ടുവന്ന് വീട്ടിൽ സൂക്ഷിക്കുകയും മുത്തച്ഛൻ്റെ കാലശേഷം അച്ഛൻ സൂക്ഷിക്കുകയും അച്ഛൻ്റെ കാലശേഷം ഇപ്പം 3ാമത്തെ തലമുറയായ ഞാനാണ് അത് സൂക്ഷിക്കുന്നത്. അതിൻ്റെ ഐശ്വര്യം നമ്മുടെ നാടിനും നമ്മുടെ വീട്ടിൽ നിലനിൽക്കുന്നത് ഇപ്പോഴും. നമസ്കാരം. ഞങ്ങൾ കോട്ടയത്തു നിന്നാണ് ഗുരുനാരായണ സേവാനികേതൻ. ഗുരുവിൻ്റെ നാമത്തിൽ സേവ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഗുരുനാരായണ സേവാനികേതൻ. പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ജ്ഞാനപ്രസരണം, ശരിയായ രീതിയിൽ ശ്രീനാരായണ ധർമ്മവും ശ്രീനാരായണ ദർശനവും ലോകത്തിൻ്റെ മുന്നിൽ പ്രചരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ കഴിഞ്ഞ 25 വർഷക്കാലമായി കോട്ടയം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പഠന ക്ലാസ് നടത്തി വരുന്ന ഞങ്ങളുടെ മുഖ്യ ആചാര്യൻ KN ബാലാജി സാറ്. ആ ശിക്ഷണത്തിൽ പഠിക്കുന്ന കേരളത്തിന്റെ വിവിധ സ്ഥലത്തിൽ 14ഓളം പഠന ക്ലാസ്സുകൾ ഇന്ന് ഇതിന്റെ പേരിൽ നടത്തി വരുന്നുണ്ട്. ആ വിവിധ പഠന ക്ലാസ്സുകളിലെ പഠിതാക്കളാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 9 വണ്ടികളിലായി 450ഓളം ആൾക്കാരാണ് നമ്മളിവിടെ വന്നു ചേർന്നിരിക്കുന്നത്. മാത്രമല്ല, ഗുരുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗുരുവിന്റെ പാദങ്ങൾ പതിച്ച പുണ്യസ്ഥലങ്ങളൊക്കെ ഒരു മഹാ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റണം എന്നുള്ള ഉദ്ദേശവും കൂടെ ഇതിന്റെ പുറകിലുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുദേവനെ നമ്മൾ പരിശോധിക്കുമ്പോൾ 1924 ശിവരാത്രി നാള് ലോകം മുഴുവൻ ഉറ്റുനോക്കി, കേരളത്തിലേക്ക് ഉറ്റുനോക്കിയ ഒരു സുദിനമാണ് 1924 ശിവരാത്രി നാള്. പക്ഷെ പലപ്പോഴും ലോകത്തിന്റെ മുമ്പിൽ ഇന്നും ശ്രീനാരായണ സമൂഹത്തിലുള്ള ആൾക്കാർ പോലും ആ ദിവസത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലെ 2ാമത്തതും ഏഷ്യയിലെ ആദ്യത്വമായ ഒരു സർവമത സമ്മേളനം ആലുവയിൽ നാരായണ ഗുരുദേവൻ വിളിച്ചുകൂട്ടി എന്നുള്ളതാണ്. 1924 ശിവഗിരിയിൽ ഒരു മാതൃകാ പാഠശാല തുടങ്ങുന്നതിനുള്ള സാമ്പത്തിക സമാഹരണത്തിനായി ശ്രീനാരായണ ഗുരുദേവൻ കൊല്ലം ജില്ലയിലെ പ്രാക്കുളം ദേശത്ത് ശ്രീ അയ്യൻ കേശവന്റെ വീട്ടിൽ താമസിക്കുകയുമുണ്ടായി. ശ്രീനാരായണ ഗുരുദേവൻ 6 ദിവസത്തോളം താമസിച്ച പ്രാക്കുളത്തെ ഭവനം, ഇവിടെ ഈ കൂവള മരച്ചുവട്ടിലായിരുന്നു സ്വാമികൾ വിശ്രമിച്ചതും മുടിമുണ്ടനം ചെയ്തതും. ശ്രീനാരായണ ഗുരുദേവന് സഞ്ചരിക്കുവാൻ അന്ന് ഒരു സൈക്കിൾ റിക്ഷ നൽകിയത് ഈ ഭവനത്തിലെ അയ്യൻ കേശവനാണ്. പ്രാകുളത്ത് സ്ഥിതി ചെയ്യുന്ന
ശ്രീകുമാരമംഗല ക്ഷേത്രത്തിന്റെ ആദ്യകാല പ്രതിഷ്ഠ നിർവഹിച്ചത് ശ്രീനാരായണ ഗുരുദേവനായിരുന്നു. അഷ്ടമുടിക്കായലിൽ അഭിമുഖമായി ബാലമുരുകനും ഗണപതിയും കുടികൊള്ളുന്ന ഈ പുണ്യക്ഷേത്രം സ്വാമികൾ പ്രതിഷ്ഠ നടത്തിയ സമീപത്തെ മറ്റൊരു ക്ഷേത്രമാണ് വേലിക്കാട് ശ്രീ ശങ്കരനാരായണമംഗലം ക്ഷേത്രം. സാമ്പ്രാണിക്കോടിയിലേക്കുള്ള വഞ്ചിയിലെ യാത്ര ഇവിടെ നിന്നും ആരംഭിക്കുന്നു.